സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 16 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസ് ആണ്. മൊഡ്യൂൾ 4 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4 നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ മൊഡ്യൂൾ 4 റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 4 ഫ്ലോറിംഗ്, ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ DPC, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പം ഈ ഒരു റിവിഷൻ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ചില വീഡിയോസ് കാണാം അല്ലേ. ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് മുന്നേ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേ ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്നേ ഉള്ളൂ. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളാം. നിങ്ങളിപ്പം മുന്നേ നിങ്ങൾക്ക് സിലബസ് ഒക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. റിവിഷൻ സീരീസിൽ തന്നെ ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ജസ്റ്റ് റിവിഷൻ സീരീസ് ആയിട്ട് മാത്രമാണ് ഈ ഒരു സെക്ഷൻസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മൺഡേ, അതുപോലെ തന്നെ വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള രീതിയിൽ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. എന്തായാലും എക്സാംസിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ നേരത്തെ കാണുന്നുണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കണമെന്നേ ഉള്ളൂ. അത് കണ്ടിട്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഫ്ലോറിംഗ്, ഫൗണ്ടേഷൻ, DPC ആണ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മളെ സിലബസിൽ ഫൗണ്ടേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സിലബസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. റിവിഷൻ എന്ന് പറയുന്നത് സിലബസിലുള്ള കാര്യങ്ങൾ കൂടുതൽ എടുത്ത് പറയുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്, ഫൗണ്ടേഷൻ ടു റൂഫ് ആൻഡ് ദെയർ ഫംഗ്ഷൻ അല്ലേ. ഫൗണ്ടേഷനിൽ ഫംഗ്ഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഷാലോ ആൻഡ് ഡീപ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പ്രെഡ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ആൻഡ് മാറ്റ്, കോളം ഫൂട്ടിംഗ്, പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ. പിന്നെ നമുക്ക് ഫ്ലോറിംഗ് എന്നുള്ള ഏരിയ നോക്കാനുള്ളത്. ഫ്ലോറിംഗിൽ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഫ്ലോർ, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ്, പിന്നെ ഫ്ലോർ ഫിനിഷസ്, ടൈപ്സ് മൊസൈക്ക്, മാർബിൾ, ഗ്രാനൈറ്റ്, സെറാമിക്, ടൈല്, വിട്രിഫൈഡ് ടൈല്, ഗ്ലാസ്, വുഡൻ ആൻഡ് അതർ ടൈപ്സ് ഓഫ് മോഡേൺ ഫ്ലോർ ഫിനിഷസ് അല്ലേ. അപ്പം അത്രയാണ് നമുക്ക് ഫൗണ്ടേഷനിലും ഫ്ലോറിംഗിലും നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് DPC എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. DPC ഇവിടെ ഡാം പ്രൂഫ് കോഴ്സ് അല്ലേ. ഡാം പ്രൂഫ് കോഴ്സിൽ ഡെഫിനിഷൻ ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് DPC ആൻഡ് എഫക്ട്സ്, മെത്തേഡ്സ് ആൻഡ് ഓഫ് പ്രിവെൻഷൻ, സർഫസ് ട്രീറ്റ്മെന്റ്, ഇന്റേണൽ വാട്ടർ പ്രൂഫിംഗ് കോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് DPCയിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഫ്ലോറിംഗ് ആണ്. എന്താണ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു നമ്മളെ വീട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയും അല്ലേ. അപ്പം ആ ഒരു ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ എക്സ്പോസ്ഡ് ടോപ്പ് സർഫസ് ഓഫ് ഫ്ലോർ ഓർ സ്ലാബ് അല്ലേ. അതിനെയാണ് നമ്മൾ ഫ്ലോറിംഗ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ടോപ്പ് സർഫസ് അല്ലേ, ടോപ്പ് സർഫസ് ഓഫ് ഫ്ലോർ ഓർ സ്ലാബിനെയാണ് നമ്മൾ ഫ്ലോറിംഗ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഫ്ലോറിംഗ് ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്നാലും ഞാനിപ്പം പറയാം. ഞാൻ പറയുന്ന സമയത്ത് അതൊക്കെ നിങ്ങളെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് അല്ലെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗിന്റെ ടൈപ്സ് അല്ലേ, അതിൽ വരുന്നത് ഏതാണ്, ഫസ്റ്റ് വരുന്നതാണ് ബ്രിക്ക് അല്ലേ. ബ്രിക്ക് ഫ്ലോറിംഗ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഹെവി ഐറ്റംസ് സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ അല്ലേ. അപ്പം ഹെവി ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൗൺസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗോഡൗൺസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ നോക്കാനുള്ളത് ഏതാണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഫ്ലോറിംഗ് ആണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് അല്ലേ. കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഫ്ലോറിംഗ് ആണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ
ബിൽഡിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന ഫ്ലോറിങ് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ വരുന്ന ഫ്ലോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വൺ അല്ലേ, തേർഡ് വണ്ണ് വരുന്നത് ഏതാണ്? തേർഡ് വണ്ണാണ് ലിനോലിയം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ലിനോലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫ്ലോറിംഗ് ആണ്? ലിനോലിയം. നമ്മൾ ഇത് എവിടെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ കോച്ചസിലൊക്കെ അല്ലെ, റെയിൽവേ കോച്ചസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിനോലിയം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത് ബാത്റൂമിലും കിച്ചൺസിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യാത്ത ഫ്ലോറിംഗ് ഏതാണെന്നാണ് അധികം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറിങ്ങിനെയാണ് നമ്മൾ ലിനോലിയം എന്ന് പറയുന്നത്. നോട്ട് റെക്കമെൻഡഡ് ഫോർ ബാത്റൂം ആൻഡ് കിച്ചൺ അല്ലേ. അപ്പം അതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പം ബാത്റൂംസിലും കിച്ചൺസിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനോലിയം ആണ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാനുള്ളതാണ് കോർക്ക് ഫ്ലോറിംഗ് അല്ലേ. കോർക്ക് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണ്? നമുക്ക് ഒരു നോയ്സ് ഒന്നും അധികം വരാത്ത ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ലൈബ്രറീസിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഒരുപാട് നോയ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലേ, അങ്ങനത്തെ ഏരിയകളിലാണ് നമ്മൾ ഈ ഒരു കോർക്ക് ഫ്ലോറിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈബ്രറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ പറയാൻ പറ്റും. അപ്പം കോർക്ക് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോയ്സ്ലെസ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ് അല്ലേ, ലൈബ്രറീസിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്ലോറിംഗ് ആണ്. ഗ്ലാസ് ഫ്ലോറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ലൈറ്റ് ടു ദ ഫ്ലോർ ബിലോ ഈസ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഏരിയകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഫ്ലോറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ട്രാൻസ്മിറ്റ് ലൈറ്റ് ടു ദ ഫ്ലോർ ബിലോ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒരു ടേമാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ടു ട്രാൻസ്മിറ്റ് ലൈറ്റ് ടു ദ ഫ്ലോർ ബിലോ അല്ലേ, ബിലോ ആണ് നമ്മൾ ഗ്ലാസ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഫ്ലോറിംഗ് ആണ് ടെറാസോ അല്ലേ. ടെറാസോ ഫ്ലോറിംഗ്. ടെറാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മാർബിൾ ചിപ്സ് അല്ലേ, അഗ്രഗേറ്റ് പകരം നമ്മൾ മാർബിൾ ചിപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലോറിങ്ങിനെയാണ് നമ്മൾ ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇൻ വിച്ച് മാർബിൾ ചിപ്സ് ആർ യൂസ്ഡ് ആസ് അഗ്രഗേറ്റ് ആയിട്ട് നമ്മൾ മാർബിൾ ചിപ്സ് യൂസ് ചെയ്യുന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടൈൽ ഫ്ലോറിംഗ് ഉണ്ട്, ടിമ്പർ ഫ്ലോറിംഗ് ഉണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലോറിങ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഫ്ലോറിങ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫ്ലോറിങ്ങിൽ നോക്കാനുള്ള കുറച്ച് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൽ നോക്കാനുള്ളതാണ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് അപ്പർ ഫ്ലോർ അല്ലേ. അപ്പർ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് എബോവ് ഉള്ളത് അല്ലേ. ഗ്രൗണ്ട് ഫ്ലോറിന് എബോവ് ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ അപ്പർ ഫ്ലോർ എന്ന് പറയും. അതായത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതാണ് അപ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഒന്നാണ് സെല്ലാർ അല്ലേ. സെല്ലാർ ഓർ ബേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഈ ഒരു സെല്ലാർ ബേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന് ബിലോ ഉള്ളത് അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിന് ബിലോ ഉള്ളതിനെയാണ് നമ്മൾ ഈ ഒരു സെല്ലാർ അല്ലെങ്കിൽ ബേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറൊരു ടേം എന്ന് പറഞ്ഞാൽ മെസനൈൻ ഫ്ലോർ നോക്കാനുണ്ട് അല്ലേ. മെസനൈൻ ഫ്ലോർ എന്താണ്? മെസനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ എങ്കിലും അപ്പം ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ
ഫ്ലോറിങ്ങിനും സീലിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ഉണ്ടാക്കി അല്ലേ, പ്ലൈവുഡൊക്കെ അടിച്ച് നമ്മളൊരു എക്സ്ട്രാ ഇങ്ങോട്ടേക്കൊരു സ്റ്റെയർ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. മെസനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റർമീഡിയറ്റ് അല്ലേ, ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. നോക്കി വെക്കുക. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലോറിൽ തന്നെ നമ്മൾ ഫ്ലോറിങ് പറഞ്ഞു അല്ലേ, ഫ്ലോറിങ്ങിൽ പറഞ്ഞതാണ് നമ്മൾ ബ്രിക്ക്, ഗ്ലാസ്, ടിമ്പർ എന്നൊക്കെ പറഞ്ഞു ടൗൺ ഫ്ലോറിങ് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഫ്ലോറിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലോർ അല്ലേ, ഫ്ലോർ എന്നുള്ളതിനെ നമുക്ക് ടൈപ്പായിട്ട് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പാണ് ഫ്ലോർസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ ഫ്ലോർ ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടിമ്പർ ഫ്ലോർ ആണ് വരുന്നത്. സെക്കൻഡ് പറയുന്നത് കോമ്പോസിറ്റ് ഫ്ലോർ ആണ്. കോമ്പോസിറ്റ് ഫ്ലോർ. അതിൽ ടിമ്പർ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ ഈസ് യൂസ്ഡ് ആസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യും. കോമ്പോസിറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ അല്ലേ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്, ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കുന്നതിനെയാണ് കോമ്പോസിറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ടിമ്പർ ഫ്ലോറിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടിമ്പർ ഫ്ലോർ അല്ലേ, ടിമ്പർ ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് എത്ര ടൈപ്പിലാണ് വരുന്നത്? ഒന്ന് ബേസ്മെന്റ് അല്ലേ, ടിമ്പർ ഫ്ലോറിൽ ബേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാൻ ആണ് കേട്ടോ അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് ഓരോ ഫ്ലോർ ആദ്യം പറയാം. സെക്കൻഡ് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. തേർഡ് വണ് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. ഫോർത്ത് വണ്ണാണ് ട്രിപ്പിൾ ജോയിസ്റ്റ് അല്ലേ, ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. അപ്പം ഇതിൻ്റെ സ്പാൻ അല്ലേ, സ്പാനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. സ്പാൻ എത്രയാണ് വരിക? സ്പാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ്മെൻ്റ് ആണെങ്കിൽ 2.4 മീറ്റർ ആണ്, 2.4 മീറ്റർ ആണ്. പിന്നെ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണെങ്കിൽ സ്പാൻ വരുന്നത് 2.4 to 3.6 ആണ്. പിന്നെ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണെങ്കിൽ 3.6 to 7.5 ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണെങ്കിൽ സ്പാൻ വരുന്നത് 7.5 മീറ്ററിനേക്കാളും ഗ്രേറ്റർ ആണ് കേട്ടോ. ഇതൊക്കെ മീറ്ററിലാണ് വരുന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ടിമ്പർ ഫ്ലോറിങ്ങിൽ നോക്കാനുള്ളത്. ടിമ്പർ ഫ്ലോറിങ്ങും അതിൻ്റെ സ്പാനും നമ്മൾ നോക്കി. ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഇത്രയാണ് നമുക്ക് ടിമ്പർ ഫ്ലോറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോമ്പോസിറ്റ് ഫ്ലോർ പറഞ്ഞു അല്ലേ, കോമ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. കോമ്പോസിറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? കോമ്പോസിറ്റിൽ വരുന്നതാണ് ജസ്റ്റ് അതിൻ്റെ സബായിട്ടുള്ളത് മാത്രം പറയാം. കോമ്പോസിറ്റ് ഫ്ലോറിൽ വരുന്നത് എന്തൊക്കെയാണ്? കോമ്പോസിറ്റ് ഫ്ലോറിലാണെങ്കിൽ RCC ഫ്ലോർ വരുന്നുണ്ട്, RCC ഫ്ലോർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാക്ക് ആർച്ച് ഫ്ലോർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് അല്ലേ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ വരുന്നതാണ് ഏതാണ്, ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ അല്ലേ, ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ. പിന്നെ എന്താണ്, ഹോളോ ബ്ലാക്ക് ആൻഡ് റിബ് ഫ്ലോർ അല്ലേ, റിബ് ഫ്ലോർ എന്നൊക്കെ ഈ ഒരു കോമ്പോസിറ്റ് ഫ്ലോറിൽ വരുന്നതാണ്. ജസ്റ്റ് പേരുകൾ മനസ്സിലാക്കി വെക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. അപ്പോൾ ഫ്ലോറിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഫ്ലോറിങ് അല്ലേ, ഫ്ലോറിങ് എന്താണ് നമ്മൾ പറഞ്ഞു? ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ടോപ്പ് സർഫസ് ഓഫ് ദ ഫ്ലോറിനെയാണ് നമ്മൾ ഫ്ലോറിംഗ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൽ ബ്രിക്ക് ഫ്ലോർ പറഞ്ഞു, കോൺക്രീറ്റ് ഫ്ലോർ പറഞ്ഞു, കോർക്ക് ഫ്ലോർ പറഞ്ഞു, ഗ്ലാസ്, ലിനോലിയം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടിമ്പർ പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ ടൈലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടെറാസോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോന്ന് എവിടെയൊക്കെയായിരുന്നു യൂസ് ചെയ്യുക? ബ്രിക്ക് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഗോഡൗൺസിലൊക്കെയാണ്. പിന്നെ നമ്മൾ കോർക്കാണെങ്കിൽ നോയ്സ്ലെസ് ആയിട്ടുള്ള ലൈബ്രറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലിനോലിയം ആണെങ്കിൽ നമ്മൾ നോട്ട് റെക്കമെൻഡഡ് ഫോർ ബാത്റൂംസ് ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ടിമ്പർ. പിന്നെ അതുപോലെ തന്നെ ടെറാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർബിൾ അല്ലേ, മാർബിൾ ആസ് എ ചിപ്സ്, നമ്മൾ ഗ്രേറ്റിന് പകരം മാർബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ടൈല് പറഞ്ഞു, ടിമ്പർ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഫ്ലോറിലേക്ക് വന്ന സമയത്ത്
എത്ര നമ്മൾ ആ ഒരു ഫ്ലോറിന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിലുള്ളതാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറയുന്നു പറഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിന്റെ താഴെയുള്ളതാണെങ്കിൽ സെല്ലാർ, ബേസ്മെന്റ് എന്നൊക്കെ പറയുന്നു പറഞ്ഞു. പിന്നെ ഒരു ഫ്ലോറിൽ തന്നെ അതിന്റെ ഇന്റർമീഡിയറ്റിൽ നമ്മളൊരു ഫ്ലോർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മെസനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് പറയുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലോറിൽ വന്ന സമയത്ത് ടൈപ്പ് ഓഫ് ഫ്ലോറിൽ വന്ന സമയത്ത് ടിമ്പർ ഫ്ലോറും ഉണ്ട്, കോമ്പോസിറ്റ് ഫ്ലോറും ഉണ്ടെന്ന് പറഞ്ഞു. ടിമ്പർ ഫ്ലോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ മെയിൻ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടിമ്പർ ഫ്ലോർ എന്ന് പറഞ്ഞു. കോമ്പോസിറ്റ് ഫ്ലോർ ആണെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കോമ്പോസിറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ടിമ്പർ ഫ്ലോറിൽ തന്നെ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ബേസ്മെന്റ്, അതുപോലെ തന്നെ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബേസ്മെന്റ് ആണെങ്കിൽ 2.4 മീറ്റർ ആണ് അതിന്റെ സ്പാൻ വരിക. സിംഗിൾ ജോയിസ്റ്റ് ആണെങ്കിൽ 2.4 to 3.6 ആണ്. ഡബിൾ ജോയിസ്റ്റ് ആണെങ്കിൽ 3.6 to 7.5 ആണ്. ട്രിപ്പിൾ ജോയിസ്റ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 7.5 എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ കോമ്പോസിറ്റ് ഫ്ലോറിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് RCC ഫ്ലോർ, ജേക്ക് ആർച്ച് ഫ്ലോർ, പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ, ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ, ഹോളോ ബ്ലാക്ക് ആൻഡ് റിബ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫ്ലോറിംഗിലുള്ള കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫൗണ്ടേഷൻ നോക്കാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോവർ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ എന്ന് പറയാം അല്ലെ, ബിലോ ഗ്രൗണ്ട് ലെവൽ അല്ലേ. അപ്പം അതിനാണല്ലേ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ്? നമ്മൾ ഈ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ ഒക്കെ ലോഡ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതിനാണ് നമ്മൾ ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഫൗണ്ടേഷൻ ഈസ് ദ ലോവർ പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് located below ground level which transmit load of superstructure അല്ലേ. load of superstructure എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ആണ്? ഫൗണ്ടേഷൻ മെയിൻ ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെപ്തിനെ ബേസ് ചെയ്തിട്ട് അല്ലേ, ഫൗണ്ടേഷനിൽ ഡെപ്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഫൗണ്ടേഷനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഷാലോ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനുമാണ് അല്ലെ. ഡീപ്പ് ഫൗണ്ടേഷനുമാണ് നമ്മൾ ഒരു ഫൗണ്ടേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ എത്രയാണ് ഡെപ്ത് വരുന്നത്? ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഡെപ്ത് ഗ്രേറ്റർ ദാൻ ഓഫ് വിഡ്ത്ത് ആണെങ്കിൽ അതിന് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും അല്ലേ. അപ്പൊ അതാണ് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷാലോ ഫൗണ്ടേഷന്റെയും ഡീപ്പ് ഫൗണ്ടേഷന്റെയും സബ് ക്ലാസിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓരോന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. നമ്മളിതൊരു റിവിഷൻ സെക്ഷൻ ആണ്. നിങ്ങൾ പഠിച്ചതിന് ശേഷം വന്നാലാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കാം. നിങ്ങളൊരു ഷോർട്ട് നോട്ടിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ ക്ലാസ് കേട്ട് ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമെങ്കിലും അതിന്റെ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ഷോർട്ട് നോട്ട് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഈ ഒരു ക്ലാസ് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഷാലോ ഫൗണ്ടേഷന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലെ. ഷാലോ ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ എത്രയാണ്, എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് ഷാലോ ഫൗണ്ടേഷനിൽ? ഫസ്റ്റ് വരുന്നതാണ് ഐസോലസ് ഫൂട്ടിംഗ് അല്ലെ. ഐസോലേറ്റഡ് ഫൂട്ടിംഗ് ഓർ ഇൻഡിപെൻഡന്റ് ഫൂട്ടിംഗ് അല്ലെ. ഇൻഡിപെൻഡന്റ് ഫൂട്ടിംഗ്. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ ആണ് സ്ട്രിപ്പ് അല്ലെ. സ്ട്രിപ്പ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്.
തേർഡ് വൺ എന്താണ്? കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഫോർത്ത് വൺ ആണ് സ്ട്രാപ്പ് ഓർ കാൻഡിലീവർ ഫൂട്ടിംഗ് അല്ലേ. ഫിഫ്ത്ത് വൺ ആണ് സ്പെഷ്യൽ ഫൂട്ടിങ്സ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ഫൂട്ടിങ്ങിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ അതുപോലെ തന്നെ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ പിന്നെ അതുപോലെ തന്നെ പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും അല്ലേ, അതാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് തന്നെ നോക്കാം. അതിൽ ഈ ഒരു റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആണല്ലേ വരുന്നത്. അത് ഏതിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് അല്ലേ, അതിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഫൂട്ടിങ്ങിൽ വരുന്ന ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. പിന്നെ സെക്കൻഡ് വൺ ആണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. പിന്നെ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ഒക്കെ വരും അല്ലേ. ഇതൊക്കെ വരുന്നത് ഈ ഒരു സ്പെഷ്യൽ ഫൗണ്ടേഷനിലാണ്. അപ്പൊ നമുക്ക് ഇതിൽ എടുത്ത് പറയാനുള്ളത് ഏതാണ്? റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആണല്ലേ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ നോക്കിയാലോ. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ അല്ലേ, ഫൗണ്ടേഷൻ ഇത് എപ്പോഴാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നോക്കാം. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് മിനിമം ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹെവി ലോഡ് വരുന്ന സമയത്ത്, അൺഈക്വൽ സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏരിയ കവേർഡ് ബൈ ദ കോളം ഫൂട്ടിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 50% ഓഫ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ എന്തൊക്കെയാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രൊവൈഡഡ് വെൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് മിനിമം ആവുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഏത് സിറ്റുവേഷനിലാണ്? ഹെവി ലോഡ് വരുന്ന സമയങ്ങളിൽ. അതുപോലെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈക്വൽ സെറ്റിൽമെന്റ് അല്ലേ, അൺഈക്വൽ സെറ്റിൽമെന്റ് വരുന്ന സിറ്റുവേഷനിൽ ഒക്കെയാണ് ഈ ഒരു മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ അല്ലേ, അതും കൂടി ഒന്ന് പറയാം. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ അല്ലേ, ഇത് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജസിലൊക്കെ മുന്നേ കൊടുത്തു വന്നിരുന്നത് ഈ ഒരു ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ആണ്. എന്താണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ? യൂസ്ഡ് എവിടെയാണ്? ഫൗണ്ടേഷൻ ഫോർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ റിസർവോയറും ടാങ്കും ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഫൗണ്ടേഷനിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ അല്ലേ, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം എടുത്ത് പറയാം. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലോഡ് ഓഫ് സ്റ്റീൽ കോളംസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അല്ലേ, അങ്ങനെ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് പ്രിവെന്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലേജ് ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ എന്തിനാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ restricted and heavy concentrated load is prevent grillage foundation preferred.
അതുപോലെ തന്നെ പ്രൊവൈഡഡ് അണ്ടർ ഹെവി ലോഡഡ് സ്റ്റീൽ കോളംസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ എ ഡെപ്ത് ഓഫ് 1 to 1.5 മീറ്റർ 1 to 1.5 മീറ്റർ ഡെപ്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം റിലേജ് ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേജ് ഫൗണ്ടേഷനിൽ ഐ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ആൾട്ടർനേറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഐ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. സ്പെഷ്യൽ ഫൗണ്ടേഷൻ അല്ലെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ്റെത് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ അതിൻ്റെ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ലെസ് ദാൻ ഡെപ്തും വിഡ്ത്തും ലെസ് ദാൻ ആയിട്ടാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിട്ടാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണല്ലേ നമ്മൾ ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ഇക്വേഷൻ ആയിട്ട് ജസ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ ഫൗണ്ടേഷനിൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ അല്ലേ, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മിനിമം ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് റാങ്കൈൻസ് ഫോർമുലയാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്കൈൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിനിമം ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ കാണാൻ റാങ്കൈൻസ് ഫോർമുലയാണ്. റാങ്കൈൻസ് ഫോർമുല എങ്ങനെയാണ് വരുന്നത്? റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത് ഡെപ്ത് മിനിമം ഡെപ്ത് ആണ് കേട്ടോ. ഡെപ്ത് മിനിമം ഈസ് ഈക്വൽ ടു എത്രയാണ്? P/W ഇൻറ്റു 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi ഓൾ സ്ക്വയർ അല്ലേ. ഇതാണ് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചും കാണാറുണ്ട് മിനിമം ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ കാണാനുള്ളത്. ഇതിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലാണ്. അതുപോലെ തന്നെ ഫൈ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇന്റേണൽ അല്ലേ, അതിനെയാണ് നമ്മൾ ഈ ഒരു എന്താണ് പി, എന്താണ് ഡബ്ല്യു, എന്താണ് പൈ എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ റാങ്കൈൻസ് ഫോർമുല എന്തിനാണ് കാണുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കാണേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ ക്രാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആണ് നമുക്കിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ അല്ലേ. പിന്നെ നമുക്ക് വെൽ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും പറഞ്ഞല്ലോ നമ്മളെ സിലബസിൽ. ഈ ഒരു വെൽ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും വരുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ്റെ അണ്ടറിലാണ്. ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ നോക്കാം. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിലാണ് അല്ലേ ഡീപ്പ് ഫൗണ്ടേഷൻ വരുന്നത്. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് പൈൽ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ വെൽ ഫൗണ്ടേഷൻ, തേർഡ് വൺ ആണ് പിയർ ഫൗണ്ടേഷൻ. പൈല്, വെല്ല്, പിയർ ഫൗണ്ടേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ പൈൽ ഫൗണ്ടേഷൻ നോക്കാം അല്ലേ. പൈൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പൈൽ ഫൗണ്ടേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബിൽഡിങ്സിലാണ് കേട്ടോ. കോമൺലി യൂസ്ഡ് ഫോർ ബിൽഡിങ്ങിലാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പൈൽ ഫൗണ്ടേഷനിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വെർട്ടിക്കൽ മെമ്പേഴ്സ് വഴി ലോഡ് സബ്സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണല്ലേ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് പറയാ? ലോഡ്സ് ആർ ടേക്കൺ ഇൻ ടു എ ലോവർ ലെവൽ ബൈ മീൻസ് ഓഫ് വെർട്ടിക്കൽ മെമ്പേഴ്സ്. ഏതൊക്കെയാണ് ആ വെർട്ടിക്കൽ മെമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ടിമ്പർ ആവാം, കോൺക്രീറ്റ് ആവാം, സ്റ്റീൽ ആവാം അല്ലേ. അപ്പം അത് തന്നെയാണ് നമ്മൾ ഒരു പൈൽ ഫൗണ്ടേഷൻ എന്നുള്ളത് ബേസിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്? പൈൽ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത് ലോഡ്സ് ആർ taken into a low level by means of vertical members which may be timber, concrete or steel.
അപ്പം അതിനെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബിൽഡിങ്സിലാണ് അല്ലേ. ഒരു പൈൽ ഫൗണ്ടേഷൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡെപ്ത് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്രിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. അപ്പം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ബേസ്ഡ് ഓൺ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പൈലും ഷോർട്ട് പൈലും ആണ് വരുന്നത്. അതായത് ഡെപ്ത് ഗ്രേറ്റർ ദാൻ 30 മീറ്റർ ആണെങ്കിൽ ലോങ് പൈലും, ഡെപ്ത് ലെസ് ദാൻ 30 മീറ്റർ ആണെങ്കിൽ ഷോർട്ട് പൈലും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ബേസ്ഡ് ഓൺ ഡെപ്ത് ആണ്. ഡെപ്ത് ആണെങ്കിൽ എന്താണ് വരിക? ലോങ് പൈലും ഷോർട്ടും. ലോങ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഗ്രേറ്റർ ദാൻ 30 മീറ്റർ ആണെങ്കിൽ ലോങ് പൈൽ, ഡെപ്ത് ലെസ് ദാൻ 30 മീറ്റർ ആണെങ്കിൽ അതിനെ ഷോർട്ട് പൈൽ എന്ന് പറയും. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട്. പിന്നെ നമുക്ക് പൈലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് എക്സാമിനേഴ്സിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ അല്ലേ. അപ്പം സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ പറയാം. ലിസ്റ്റ് എഴുതാം, എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം പറയാം. നിങ്ങൾ അതിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക. അപ്പം ഫസ്റ്റ് വണ് കാസ്റ്റ് അയോൺ പൈല്, സെക്കൻഡ് കോൺക്രീറ്റ് പൈല്, തേർഡ് സാൻഡ് പൈല്, ഫോർത്ത് ടിമ്പർ, ഫിഫ്ത്ത് സ്റ്റീല്, പിന്നെ റോട്ട് അയോൺ പൈലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാസ്റ്റ് അയോൺ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിട്ടിൽ ബിഹേവിയർ ഉള്ള മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയോൺ പൈൽ എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് പൈൽ അല്ലേ, കോൺക്രീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കാസ്റ്റ് ഇൻ സിറ്റു പൈലും അതുപോലെ തന്നെ പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽ എന്നുള്ള രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് പൈലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ഇൻ സിറ്റുവും അതുപോലെ തന്നെ പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈലും. കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു സൈറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൈലില്ലേ, അതിനാണ് നമ്മൾ കാസ്റ്റ് ഇൻ സിറ്റു പൈൽ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിനൊന്ന് എഴുതാം. കോൺക്രീറ്റ് പൈൽ അല്ലേ. കോൺക്രീറ്റ് പൈലിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ഇൻ സിറ്റു പൈലും അതുപോലെ തന്നെ കാസ്റ്റ് ഇൻ സിറ്റു അതുപോലെ തന്നെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് അല്ലേ. പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈറ്റിൽ മെയ്ഡ് ചെയ്യുന്നതാണ്. നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി മെയ്ഡാണ് അല്ലേ. അത് നമുക്ക് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാവും. അപ്പം ഇതിനെയും സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോക്കി പഠിക്കുക. കാരണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടും ഇല്ല അല്ലേ. പൈൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. ഇനി നമുക്കിതിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ഇൻ സിറ്റു പൈൽ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ തന്നെ നമ്മൾ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റുവും അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റുവില് പൈലിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതിൽ സബായിട്ട് വരുന്ന കാര്യങ്ങളൊന്ന് ഞാൻ പറയാം. അൺകേസ്ഡ് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ഡൗട്ട് അടിക്കണ്ട. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ട് ഒന്നുകൂടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവുന്നതാണ്. അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽ അല്ലേ. ഈ ഒരു അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റുവിൽ പൈലിൽ വരുന്നത് ആദ്യം ജസ്റ്റ് ഇതൊന്ന് പറയാം. ഇതൊരു ചീപ്പായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനാ ഒരു കേസിങ് കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് അല്ലേ. അപ്പം അതിനെയാണ് കേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അല്ലേ നമ്മൾ പൈല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കേസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിംഗ് അൺകേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിംഗ് കൊടുക്കാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പൈലിനെയാണ് നമ്മൾ അൺകേസ്ഡ് പൈൽ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് സിംപ്ലെക്സ് പൈല്, ഫ്രാങ്കി പൈല്,
പിന്നെ വിബ്രോ പൈല്, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രഷർ പൈല്, അണ്ടർ റീംഡ് പൈല് അല്ലേ, അണ്ടർ റീംഡ് പൈല്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിലും നിങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നല്ലത്, ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. വിബ്രോ പൈലിൽ നമ്മൾ സോഫ്റ്റ് സോയിൽ എന്നുള്ളൊരു ടേം ഓർത്ത് വെക്കുക, സോഫ്റ്റ് സോയിലിലേക്ക്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് കോൺക്രീറ്റ് അല്ലേ. ഈ ഒരു ടേം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിബ്രോ പൈലാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന് സബ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ള ജസ്റ്റ് നെക്സ്റ്റ് പൈൽ എന്ന് പറഞ്ഞാൽ അണ്ടർ റീംഡ് പൈലിൻ്റെതാണ് അധികവും ചോദിച്ചു വരാറുള്ളത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലേ, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ്സ് ഒക്കെ അല്ലേ, നമ്മൾ 1 or more എൻലാർജ്ഡ് ബൾബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്റ്റെമ്മിൽ എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഡയ ഓഫ് പൈല് 200 to 500 mm ആണ്. ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ലെങ്ത് ഓഫ് പൈൽ എന്ന് പറയുന്നത് 3 to 8 മീറ്റർ ആണ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൈൽ അല്ലേ, കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൈൽസ് ഒന്ന് നോക്കാം. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൈൽസിൽ വരുന്നതാണ് ഷീറ്റ് പൈല്, ഫെൻഡർ പൈല്, പിന്നെ ഡോൾഫിൻ, പിന്നെ ഏതാണ് ആങ്കർ പൈല്. ഇതിൽ വേറെയുണ്ട്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാം പഠിക്കുക. ഇതിപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പറയാം. ഇതിൽ പ്രീവിയസ് ഇയറിൽ അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ അല്ലേ. ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നാണ് അധികം ചോദിച്ചിട്ടുള്ളത്. ഡോക്ക് ഓർ മറൈൻ വർക്ക്സിന് അല്ലേ, നമ്മൾ അവിടെയാണ് ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? യൂസ്ഡ് ടു ഫങ്ഷൻ ആസ് ടു റീറ്റെയിൻ വാൾ ഫോർ റീറ്റെയിൻ സോയിൽ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് അധികം നമ്മൾ യൂസ് ചെയ്ത് കാണാറുള്ളത്? ഡോക്ക് ആൻഡ് മറൈൻ വർക്ക് അല്ലേ, മറൈൻ വർക്കാണ്. പിന്നെ ഈ ഒരു ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇമ്പാക്ട് ഫ്രം ഷിപ്പിൽ ആ ഒരു ഇമ്പാക്റ്റിനെ റെസിസ്റ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൈലാണ് അല്ലെ ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഫെൻഡർ പൈൽ? എ കുഷൻ ലൈക്ക് സ്ട്രക്ചർ ആണ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഡോക്ക് വാൾ ആൻഡ് ഷിപ്പ് അല്ലെ, ഷിപ്പിന്റെയും ഡോക്കിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പ്രൊട്ടക്ട് ദ സ്ട്രക്ചേഴ്സ് അഗെയിൻസ്റ്റ് ദ ഇമ്പാക്ട് ഫ്രം ഷിപ്പ് അല്ലെ, പ്രൊട്ടക്ട് ഇമ്പാക്ട് ഫ്രം ഷിപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡോൾഫിൻ അല്ലേ, ഡോൾഫിനിൽ എങ്ങനെയാണ് അധികവും ചോദിക്കാറുള്ളത്? ക്ലസ്റ്റർ അല്ലേ, ക്ലസ്റ്റർ ഓഫ് പൈൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പൈൽ എന്നൊക്കെ ഒരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻ ആണ് വരുന്നത്. ഈ ഒരു ടേമാണ് എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. ക്ലസ്റ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് പൈൽ അല്ലേ, ഗ്രൂപ്പ് ഓഫ് പൈൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ബാറ്റൺ പൈലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബാറ്റൺ പൈല് അത് വിട്ടുപോയിട്ടുണ്ട്. ബാറ്റർ പൈൽ എന്തിനാണ്? ഇൻക്ലൈൻഡ് പൈലാണ്. ഇൻക്ലൈൻഡ് റെസിസ്റ്റ് ഇൻക്ലൈൻഡ് ആൻഡ് ഹൊറിസോണ്ടൽ ലെയർ ഫോഴ്സസ് അല്ലേ, റെസിസ്റ്റ് ഇൻക്ലൈൻഡ് പൈലാണ്. ഇൻക്ലൈൻഡ് പൈൽ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇൻക്ലൈൻഡ് പൈലാണ് ഈ ഒരു ബാറ്റൺ പൈൽ എന്നുള്ളത്. റെസിസ്റ്റ് ഇൻക്ലൈൻഡ് ആൻഡ് ഹൊറിസോണ്ടൽ ലാർജ് ഫോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആങ്കർ പൈൽ അല്ലേ, ആങ്കർ പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് ആങ്കറേജ് അഗെയിൻസ്റ്റ് ദ ഹൊറിസോണ്ടൽ പുള്ള് അല്ലേ, ഹൊറിസോണ്ടൽ പുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, ഹൊറിസോണ്ടൽ പുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ആങ്കർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊവൈഡ് ആങ്കറേജ് അഗെയിൻസ്റ്റ് ദ ഹൊറിസോണ്ടൽ പുള്ളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പം പൈലിൻ്റെ
ഒരുവിധം ഏരിയാസ് ഇത്രയെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ വൈകിട്ടായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, മൊത്തമായിട്ട് പറഞ്ഞു എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ പറഞ്ഞു അല്ലേ. പൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നതാണ് വെൽ ഫൗണ്ടേഷൻ. നമ്മളെ എക്സാമിന് സിലബസിനടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് വെൽ ഫൗണ്ടേഷൻ അല്ലേ. വെൽ ഫൗണ്ടേഷൻ നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്? അതാണ് എക്സാമിന് അധികം ചോദിക്കാറുള്ളത്. ബ്രിഡ്ജസ് അല്ലേ, ബ്രിഡ്ജസിൽ നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഒരു വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വെൽ ഫൗണ്ടേഷൻ ഒരു പെർമനന്റ് സ്ട്രക്ചർ ആണ് കേട്ടോ, പെർമനന്റ് സ്ട്രക്ചർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പെർമനന്റ് സ്ട്രക്ചർ ആണ്. അതുപോലെ ഈ ഒരു വെൽ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയോൺ യൂസ് ചെയ്യും, RCC യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റീല്, ടിമ്പർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അത് ഓർത്ത് വെക്കുക. ഈ ഒരു വെൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൈസൺ എന്നും പറയും കേട്ടോ. വെൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൈസൺ എന്നും പറയും, ഓർത്ത് വെക്കുക. ഈ ഒരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൈസന്റെ വേറൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. കൈസണിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. കൈസനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? ബോക്സ് കൈസൺ, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ കൈസൺ, പിന്നെ ന്യൂമാറ്റിക് അല്ലേ, ന്യൂമാറ്റിക് കൈസൺ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതിൽ എന്തിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിലാണ് അല്ലേ. എവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? ബോക്സ് കൈസൺ ആണെങ്കിൽ ഓപ്പൺ ടോപ്പ്, ക്ലോസ്ഡ് ബോട്ടം അല്ലേ, ഓർത്ത് വെക്കുക. പിന്നെ ഓപ്പൺ കൈസൺ ആണെങ്കിൽ ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം എന്നുള്ളത് ഓർത്ത് വെക്കുക. ന്യൂമാറ്റിക് കൈസൺ ആണെങ്കിൽ ക്ലോസ്ഡ് ടോപ്പും ഓപ്പൺ ബോട്ടം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് ഇങ്ങനെ എഴുതുമ്പോൾ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓപ്പൺ കൈസണും അതുപോലെ തന്നെ ബോക്സ് കൈസൺ, ന്യൂമാറ്റിക് കൈസൺ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടേംസ് എങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, മാക്സിമം നമ്മൾ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ആ ഒരു ടേംസും എങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഈസ് ദ ലോവർ പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് ലൊക്കേറ്റഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ എന്താണ് ഫൗണ്ടേഷൻ? നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യും. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ, ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. പിന്നെ ഷാലോ ഫൗണ്ടേഷന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് കോളം ഫൂട്ടിംഗ് ഉണ്ട്, വെൽ ഫൗണ്ടേഷൻ ഉണ്ട്, വാൾ ഫൗണ്ടേഷൻ ഉണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ട്രാപ്പ് ഉണ്ട്, സ്പെഷ്യൽ ഫൂട്ടിംഗ് ഉണ്ട്. വെല്ല് വരുന്നത് ഡീപ്പിലാണ്, പറഞ്ഞ മാറിപ്പോയതാണ്. വാൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ഈ ഒരു ഫൗണ്ടേഷനിൽ തന്നെ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്പെഷ്യൽ ഫൗണ്ടേഷനിൽ മാറ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് മിനിമം ആവുന്ന സിറ്റുവേഷനിൽ, ഹെവി ലോഡ് വരുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ അൺഈക്വൽ സെറ്റിൽമെന്റ് വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ അല്ലേ. ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിലാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. അപ്പം പൈൽ ഫൗണ്ടേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബിൽഡിങ്സിനാണ്. വെൽ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജസിനാണ്. അതുപോലെ തന്നെ പിയർ ആണെങ്കിൽ ഫ്ലൈ ഓവറിനാണെന്നും കൂടെ ഓർത്ത് വെക്കുക. എന്താണ് പൈൽ ഫൗണ്ടേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. വെർട്ടിക്കൽ മെമ്പേഴ്സ് കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ടിമ്പർ, കോൺക്രീറ്റ്, സ്റ്റീലൊക്കെ നമ്മൾ ആ ഒരു വെർട്ടിക്കൽ മെമ്പറായിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പൈലിൽ എന്തായിരുന്നു നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡെപ്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുക, ചെറിയൊരു കാര്യമാണ്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെത് ഈ ഒരു കോൺക്രീറ്റ് പൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് അയോൺ പൈല്, കോൺക്രീറ്റ് പൈൽ എന്നൊക്കെ. കോൺക്രീറ്റ് പൈലിൽ കാസ്റ്റ് ഇൻ സിറ്റി ഉണ്ട്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈലും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി മെയ്ഡ് ആണ്. അതിൽ കാസ്റ്റ് ഇൻ സിറ്റിയിൽ തന്നെ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റിയും അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റി ഒന്ന് പിന്നെ നമ്മൾ സബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംപ്ലസ് പൈല്, ഫ്രാങ്കി പൈല്, വിബ്രോ പൈല്, അതുപോലെ തന്നെ അണ്ടർ റീംഡ് പൈല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുക.
വിബ്രോ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സോയിൽ, അതുപോലെ തന്നെ ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് കോൺക്രീറ്റ് എന്നുള്ള ടേം നോക്കുക, അവിടെ ഓർത്ത് വെക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അണ്ടർ റീംഡ് പൈൽ ഒരു ബോർഡ് പൈലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പറ്റുകയാണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഷീറ്റ് പൈല് ഡോക്ക് ആൻഡ് മറൈൻ വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇമ്പാക്ട് ഫ്രം ഷിപ്പ് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡർ പൈലാണ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഡോൾഫിൻ പൈൽ ഡോൾഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് പൈൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രൊവൈഡ് ഫോർ ആങ്കറിങ് ഷിപ്പാണ്. പിന്നെ നമ്മൾ ബാറ്റൺ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് പൈലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. പിന്നെ ആങ്കറേജ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ആങ്കറേജ് അഗെയിൻസ്റ്റ് ദ ഹൊറിസോണ്ടൽ പുള്ളാണ് അല്ലേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, പൈലിൻ്റെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വെൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൈസൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജിനാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. പെർമനന്റ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ മെറ്റീരിയൽസ് പറഞ്ഞു, കാസ്റ്റ് അയോൺ, RCC, സ്റ്റീൽ, ടിമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കൈസൺ ഫൗണ്ടേഷനിൽ ഓപ്പൺ കൈസൺ, അതുപോലെ തന്നെ ബോക്സ് കൈസൺ, ന്യൂമാറ്റിക് കൈസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോക്സ് കൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബോട്ടം. ഓപ്പൺ കൈസൺ ആണെങ്കിൽ ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം എന്നുള്ളത് ഓർത്ത് വെക്കുക. ന്യൂമാറ്റിക് കൈസൺ ആണെങ്കിൽ ക്ലോസ്ഡ് അറ്റ് ടോപ്പ്, ഓപ്പൺ ബോട്ടം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഏരിയയിൽ പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ഏരിയ പറയുന്നിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്ലോറിങ് നമ്മൾ കഴിഞ്ഞു, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് DPCയും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാംപ് പ്രൂഫ് കോഴ്സ് ആണ്. ഡാംപ് പ്രൂഫ് കോഴ്സ് അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ എന്തിനാണ് നമ്മൾ DPC കൊടുക്കുന്നത്? ട്രീറ്റ്മെൻറ്റ് ഗിവൺ കെപ്റ്റ് വാൾ ഫ്ലോസ് ആൻഡ് ബേസ്മെൻറ്റ് ഡ്രൈ ആക്കിയിരിക്കേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ എൻട്രി ഓഫ് മോയ്സ്ചറിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് DPC എന്ന് പറയുന്നത്, ഡാംപ് പ്രൂഫ് കോഴ്സ് എന്നുള്ളത്. എന്താണ് DPC? ട്രീറ്റ്മെൻറ്റ് ഗിവൺ keep wall, flooring and basement ഡ്രൈ ആക്കി വെക്കേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോയ്സ്ചറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അല്ലേ. പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോയ്സ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞിട്ട് അതിനെ എടുത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. DPC എന്ന് പറയുന്നത് പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോയ്സ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് DPC എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് DPCയിൽ നോക്കേണ്ട ഒരു നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. DPCയിൽ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്? DPCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാനുള്ളതാണ് ഹോട്ട് ബിറ്റുമിൻസ് അല്ലേ. മെറ്റീരിയൽസ് ഞാനൊന്ന് ജസ്റ്റ് പറയാം. നമ്മൾ മെറ്റീരിയൽസ് DPCക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് യൂസ്ഡ് നോക്കുകയാണെങ്കിൽ ഹോട്ട് ബിറ്റുമിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റിക് ആസ്ഫോൾട്ട്, പിന്നെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെറ്റൽ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യും അല്ലേ. സ്റ്റോണ്, ബ്രിക്ക് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു DPCൻ്റെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എന്താണ് മോട്ടാറ്, സിമെന്റ്, കോൺക്രീറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ. ഹോട്ട് ബിറ്റുമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. ഹൈലി ഫ്ലെക്സിബിൾ ആണ് അല്ലേ. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഹോട്ട് കണ്ടീഷനിൽ
ഹോട്ട് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹോട്ട് ബിറ്റുമിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാസ്റ്റിക് ആസ്ഫാൾട്ട് പറഞ്ഞു അല്ലേ. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെമി റിജിഡ് അല്ലേ, സെമി റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത്. ഹോട്ട് ഓർ അണ്ടർ പ്രഷർ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് റോൾ ആയിരിക്കും അല്ലേ. സോറി, ഒന്നുകൂടെ പറയാം. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള റോൾസ് ആയിട്ട് നമുക്ക് കിട്ടും. റോൾ ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് പോലെ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. അത് നമ്മൾ അപ്ലൈഡ് ഓൺ ഫ്ലാറ്റ് ലെയർ ഓഫ് സിമെന്റ് മോട്ടാർ വെച്ചിട്ടില്ലേ. അപ്പൊ നമുക്ക് റെഡിമെയ്ഡ് റോൾസ് ആണ് എന്നുള്ളത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൽ മെറ്റൽ ഷീറ്റ് അല്ല പറഞ്ഞിട്ടുള്ളത് ബിറ്റുമിനസ് ഫെൽറ്റ് ആണ് കേട്ടോ. ബിറ്റുമിനസ് ഫെൽറ്റ് ആണ് പറഞ്ഞത്. ആരെങ്കിലും റോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പറയാണ്. ബിറ്റുമിനസ് ഫെൽറ്റ് ആണ് കേട്ടോ. ഇത് ബിറ്റുമിനസ് ഫെൽറ്റ് ആണ്, റെഡിമെയ്ഡ് ആയിട്ടുള്ള റോൾസ് ആയിട്ട് ഉണ്ടാവുക, അല്ലാതെ മെറ്റൽ ഷീറ്റ് അല്ല ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. ബിറ്റുമിനസ് ഫെൽറ്റ് ആണ്, റെഡിമെയ്ഡ് റോൾസ് ആയിട്ട് ഉണ്ടാവുക. അപ്പം അത് ഓർത്ത് വെക്കുക. പക്ഷെ ഇതിന് ഹെവി ലോഡ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് മെറ്റൽ ഷീറ്റ് ഒന്ന് നോക്കാം. നമ്മൾ മെറ്റൽ ഷീറ്റ് പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട് അല്ലേ. മെറ്റൽ ഷീറ്റ് ആണെങ്കിൽ എന്താണ് വരിക, ഷീറ്റ് ഓഫ് ലെഡ്, അതുപോലെ തന്നെ കോപ്പർ, അലൂമിനിയം ഒക്കെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുക. അപ്പം മെറ്റൽ ഷീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീറ്റ് ഓഫ് ലെഡ്, കോപ്പർ, അലൂമിനിയം ഒക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റോൺ ആണ് അല്ലേ. സ്റ്റോൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാനൈറ്റ്, സ്ലേറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റോണ്, ഗ്രാനൈറ്റ്, സ്ലേറ്റ് അല്ലേ, ഒക്കെ ഓർത്ത് വെക്കുക. സ്ലേറ്റ് എക്സെട്ര. പിന്നെ നമ്മൾ ബ്രിക്ക് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡെൻസ് ബ്രിക്ക് ആയിരിക്കും. ഇത് വാട്ടർ അബ്സോർപ്ഷൻ ലെസ് ദാൻ 4.5% ആണ് കേട്ടോ. ഡെൻസ് ബ്രിക്ക് with water absorption less than 4.5% ആണ് യൂസ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോട്ടാർ ആണ് അല്ലേ. മോട്ടാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ട, നമ്മൾ ഈ ഒരു പ്ലാസ്റ്ററിങ് വർക്കിനൊക്കെ വാട്ടർ പ്രൂഫിംഗ് മോട്ടാർ അല്ലേ, വാട്ടർ പ്രൂഫിംഗ് മോട്ടാർസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ സിമെന്റ് കോൺക്രീറ്റ് അല്ലെ. സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് പോസ് അഗ്രിഗേറ്റ്, സ്റ്റോൺ അഗ്രിഗേറ്റ് അല്ലെ, അല്ലെങ്കിൽ സിമെന്റ് ഫൈൻ അഗ്രിഗേറ്റ്, പോസ് അഗ്രിഗേറ്റ് എന്നുള്ള രീതിയിൽ അല്ലെ, അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ അക്കോ പ്രൂഫും കൂടെ ആഡ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് DPCന്റെ മെത്തേഡ് നോക്കാം അല്ലെ. മെത്തേഡ് ഓഫ് DPC അല്ലെ, മെത്തേഡ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ആണ്. മെത്തേഡ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സിൽ നമുക്ക് ഫസ്റ്റ് വണ്ണം നോക്കാനുള്ളതാണ് ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ്. ഇന്റഗ്രൽ ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് നോക്കാനുള്ളത്. വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മൾ ആ ഒരു കോമ്പൗണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആഡ് അറ്റ് ടൈം ഓഫ് മിക്സിംഗ് മെറ്റീരിയൽ അല്ലെ. മിക്സിംഗ് മെറ്റീരിയലിന്റെ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. പുട്ട്ലോ, ഇംപെർമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓർത്ത് വെക്കുക. ഇത് വാട്ടറിൽ ഡയലൂട്ട് ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക. പുട്ട്ലോ, ഇംപെർമോ എന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് സർഫസ് ട്രീറ്റ്മെന്റ് അല്ലെ. സർഫസ് ട്രീറ്റ്മെന്റ് സെക്കൻഡ് വൺ ആണ്. സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർഫസ്
ട്രീറ്റ്മെന്റ്. സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ദ ലെയർ ഓഫ് ദ വാട്ടർ റിപ്പല്ലൻറ്റ് സബ്സ്റ്റൻസ് ഓൺ സർഫസ് അല്ലെ, നമ്മൾ സർഫസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് എ ലെയർ ഓഫ് വാട്ടർ റിപ്പല്ലൻറ്റ് സബ്സ്റ്റൻസ് ഓൺ സർഫസ് അല്ലേ, സർഫസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഗുണൈറ്റിംഗ് അല്ലേ. എന്താണ് ഗുണൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിച്ച് സിമെന്റ് മോട്ടാർ അപ്ലൈ ഓൺ ദ സർഫസ് അല്ലേ, വിത്ത് ഹൈ പ്രഷറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗുണൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ സർഫസ് ആണെങ്കിൽ ആ ഒരു സർഫസിലേക്ക് ഹൈ പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, മോട്ടാർ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗുണൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗുണൈറ്റിംഗ്? റിച്ച് സിമെന്റ് മോട്ടാർ, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. റിച്ച് സിമെന്റ് മോട്ടാർ അപ്ലൈ on surface with high pressure ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുണൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് ക്യാവിറ്റി വാളും കൂടെ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ക്യാവിറ്റി വാൾ അല്ലേ, ക്യാവിറ്റി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ട് വാളിന്റെ ഇടയിൽ ക്യാവിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തിനാണ്? സൗണ്ട് പ്രൂഫിങ്, അതുപോലെ തന്നെ തെർമൽ പ്രൂഫിനും ഫയർ പ്രൂഫിനും ഒക്കെ വേണ്ടിയിട്ട് അല്ലെ. അപ്പം രണ്ട് വാൾ ഇതാണെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ ക്യാവിറ്റി കൊടുക്കുന്നു അല്ലെ. ക്യാവിറ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത്. ക്യാവിറ്റി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാവിറ്റി ബിറ്റ്വീൻ ടു വാൾസ് അല്ലെ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് DPCയിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫിംഗ് ഒക്കെ ഉണ്ട്. നമ്മളെ സിലബസിൽ അത് എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ എക്സ്ട്രാ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് നോക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് പറയാം. DPC ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഗിവൺ കീപ് വാൾ ഫ്ലോസ് ആൻഡ് ബേസ്മെന്റ് ഡ്രൈ ആക്കി വെക്കേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പ്രിവെന്റ് എൻട്രി ഓഫ് മോയ്സ്ചർ അല്ലേ, അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. പ്ലിന്ത് ലെവൽ ഓർ ബേസ്മെന്റ് അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ എബോവ് ഗ്രൗണ്ടിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ DPCക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബിറ്റുമിൻ ഉണ്ട്, മാസ്റ്റിക് ആസ്ഫോൾട്ട് ഉണ്ട്, ബിറ്റുമിനസ് ഫെൽറ്റ് ഉണ്ട്, മെറ്റൽ ഷീറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോണ്, ബ്രിക്ക്, മോട്ടാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെന്റ് കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ മെത്തേഡ് ഓഫ് DPCയിൽ ഇന്റഗ്രൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇന്റഗ്രൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആഡഡ് അറ്റ് ദ ടൈം ഓഫ് മിക്സിംഗ് മെറ്റീരിയലാണ് നമ്മൾ ഇന്റഗ്രൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് എ ലെയർ ഓഫ് വാട്ടർ റിപ്പല്ലൻറ്റ് സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് ആണെങ്കിൽ അതിന് നമ്മൾ സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാവിറ്റി വാൾ പറഞ്ഞു, ക്യാവിറ്റി ബിറ്റ്വീൻ ടു വാൾസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗുണൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് സിമെന്റ് മോട്ടാർ അപ്ലൈ ഓൺ ദ സർഫസ് വിത്ത് ഹൈ പ്രഷർ ആണെങ്കിൽ അത് നമ്മൾ ഗുണൈറ്റിംഗ് എന്ന് പറയും. പിന്നെ പ്രഷർ ഗ്രൗട്ടിംഗിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് ഗ്രൗട്ട് അണ്ടർ പ്രഷർ എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ എൻട്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ ഫൗണ്ടേഷനിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഷർ ഗ്രൗട്ടിങ് ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇന്റഗ്രൽ ഡാം പ്രൂഫിങ്ങും അതുപോലെ തന്നെ സർഫസ് ട്രീറ്റ്മെന്റും ആണ്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സർഫസ് ട്രീറ്റ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ്, ഓയിൽ, വാക്സ്, ആൻഡ് സോപ്പ് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റും ടെർമൈറ്റ് പ്രൂഫിങ്ങും ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. എവിടെയെങ്കിലും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ റിവിഷൻ സീരീസ് ആണല്ലേ, ചിലപ്പോൾ പറഞ്ഞു പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.